എന്നുള്ള വിഷയത്തിൽ അൻസിബ രമേശ് പിഷാരടിയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? എന്നാൽ അത് തികച്ചും വാസ്തവവിരുദ്ധമാണെന്നാണ് അൻസിബ പറയുന്നത്. ഒരു ഒത്തുതീർപ്പിന് മുൻകൈയെടുത്ത രമേശ് പിഷാരടിയെ താൻ കുറ്റപ്പെടുത്തിയതായി ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നെന്നും ഇത് പൂർണ്ണമായും വാസ്തവ വിരുദ്ധമാണെന്നും ടിനി ടോം ആവശ്യപ്പെട്ട പ്രകാരം മാപ്പെഴുതി നൽകണമെന്ന കാര്യം തന്നെ അറിയിക്കുക മാത്രമാണ് പിഷാരടി ചെയ്തതെന്നുമാണ് അൻസിബ തന്റെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നത്. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് താരം എടുത്തെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ അൻസിബ ഈ പറഞ്ഞതൊക്കെ ശരിയാണോ? രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അൻസിബയ്ക്ക് ഓർമ്മയില്ലെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഞാൻ കേസായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. രമേശ് പിഷാരടി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ എനിക്ക് എൻ്റെ കൊളീഗായിട്ട് അറിയാം. അദ്ദേഹം ഇപ്പോൾ MLA ആണ്. അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റിന്റെ പുറത്താണ് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചത്. അദ്ദേഹം എന്നെ ഒരുപാട് തവണ വിളിച്ച് സംസാരിച്ചു. അവസാനം ഞാൻ വിചാരിച്ചു, ഇത്രയും തവണ വിളിച്ച് സംസാരിക്കുന്ന ആളല്ലേ, അദ്ദേഹത്തിന് ഞാൻ കൊടുക്കേണ്ട റെസ്പെക്ട് കാരണമാണ് ഞാൻ പറഞ്ഞത് ശരി ഏട്ടാ സംസാരിക്കാമെന്ന്. അങ്ങനെയാണ് രമേശ് ഏട്ടൻ സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അൻസിബ മാപ്പ് എഴുതി കൊടുക്കണം. ഇത് എവിടുത്തെ ന്യായമാണ്? അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഏട്ടാ, ഇനി ഇതിനെ പറ്റി സംസാരിക്കേണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പരാതിക്കാരി മാപ്പ് എഴുതി കൊടുക്കണത്ര, ഇനി പരാതി പറയൂല എന്ന്. ഇത് വെള്ളരിക്ക പട്ടണോ? പരാതിക്കാരി തന്നെ മാപ്പ് എഴുതി നൽകണോ? ഇതെന്താ വെള്ളരിക്ക പട്ടണമോ? തുടങ്ങിയ അൻസിബയുടെ പരാമർശങ്ങൾ ടിനി ടോമിന്റെ വക്കീലിനോടാണോ അതോ രമേശ് പിഷാരടിയോടാണോ എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചതിൽ കുറ്റം പറയാൻ സാധിക്കില്ല.